Hello friends, it's me Gopikrishna. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് അൺബോക്സിംഗ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യം ഇതുപോലെ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ MIയുടെ ഒരു ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. അതായത് ഒരു 360 ഡിഗ്രി വരെ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ഹോം സെക്യൂരിറ്റി ക്യാമറയാണ് MIയുടെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഫുൾ HDയിൽ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മൊബൈൽ ഫോൺ ത്രൂ അല്ലെങ്കിൽ വീട്ടിലൊരു വൈഫൈ ഉണ്ടായാൽ മാത്രം മതി. നമ്മൾ ഇതിനകത്തൂടെ കാണുന്നതല്ല, നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ ക്യാമറയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ പ്രൈസും, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതും, ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്ലാരിറ്റിയിൽ ഇതൊക്കെ കിട്ടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ HD, അതായത് ഹൈ ഡെഫിനിഷൻ വീഡിയോ ആണ് നമുക്കിതിൻ്റെ വീഡിയോയിൽ നിന്ന് പ്ലേ ആവുന്നത്, ക്യാമറയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ എന്നൊരു ഫീച്ചർ നമുക്കിതിനകത്ത് ലഭിക്കുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നൈറ്റ് വിഷൻ, എത്ര ഇരുട്ടാണെങ്കിലും നല്ല ക്ലാരിറ്റിയോടെ നമുക്കിതിനകത്ത് വിഷ്വൽസ് ഒക്കെ നമുക്കിതിനകത്ത് ക്യാച്ച് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് ടോക്ക് ബാക്ക് ഫീച്ചർ എന്ന ഫീച്ചറാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ക്യാമറ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അതായത് വീട്ടിൽ നമ്മുടെ ഇപ്പം ഒരു അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിപ്പം വെളിയിൽ നമ്മൾ ഫോണും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണിൽ കൂടെ നമുക്ക് വീട്ടിലിരിക്കുന്നവരോട് ഡയറക്റ്റായിട്ട് ക്യാമറ ത്രൂ സംസാരിക്കാം. അതാണ് അതിൻ്റെ ടോക്ക് ബാക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ ഫോണിലൂടെ നമുക്ക് തിരിച്ച് റിപ്ലൈ നൽകാവുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം വേണ്ടത് വീട്ടിൽ വൈഫൈ ആണ് കേട്ടോ. അതുമാത്രമല്ല ഇതിനകത്തുള്ളത് AI മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട്, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്യാമറയിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോഷൻസും അതെല്ലാം ഡിറ്റക്റ്റ് ചെയ്ത് നമുക്കൊരു അലേർട്ടായിട്ട് നമ്മുടെ ഫോണിൽ മെസ്സേജ് ആയിട്ടോ നോട്ടിഫിക്കേഷൻസ് ആയിട്ടോ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു പ്രീമിയം ഫീൽ. അതായത് നമ്മൾ പണ്ടത്തെ ഒരു വെബ് ക്യാമറയുടെ ഡിസൈനിലാണ് നമുക്ക് ഈ ക്യാമറ. അപ്പോൾ ക്യാമറയുടെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു വൈറ്റിഷ് കളറായിട്ടാണ് മൊത്തം നിൽക്കുന്നത്. അതുമാത്രമല്ല ഇതിനകത്ത് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ക്യാമറയും സെൻസറൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ജസ്റ്റ് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരു SD കാർഡ് ഇടാനുള്ള ചെറിയൊരു സ്ലോട്ട് നമുക്കിതിനകത്ത് ലഭിക്കുന്നു. ഇതിൻ്റെ പുറവശത്താണെങ്കിൽ സ്പീക്കറിൻ്റെ ചെറിയൊരു ഗ്രില്ലും നമുക്ക് ലഭിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടോക്ക് ബാക്ക് ഫീച്ചറൊക്കെ ലഭിക്കാൻ MIയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ലഭിക്കുന്നു. ഇതിൻ്റെ റിയർ ഭാഗത്തിലോട്ട് വരികയാണെങ്കിലും MIയുടെ ഒരു ബ്രാൻഡ് ലഭിക്കുന്നു. അത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 360 ആംഗിളാണ്, 360 ഡിഗ്രിയിൽ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ഇത് നമുക്ക് മാനുവലായിട്ടും തിരിക്കാം, അല്ലാതെ നമുക്ക് ഫോണിൽ കൂടെയും തിരിക്കാവുന്നതാണ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു മൈക്രോ USB ചാർജിങ് ഉണ്ട്. ഇത് യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു ഓൺ ഓഫ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, അതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഓവറോൾ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇതിനി നമ്മുടെ ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇതിന് മീ ഹോം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതിൽ നിന്നാണ് നമ്മുടെ ഈ സംഭവം നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യുന്നതും നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാൻ സാധിക്കുന്നതും. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള SD കാർഡ് നമ്മൾ സ്ലോട്ടിലിട്ടാൽ നമുക്കത് പിന്നെ റെക്കോർഡായിട്ട് നമുക്ക് പിന്നെ അത് നമുക്ക് വീണ്ടും അത് കാണാനുള്ള അവസരം നമ്മൾ ക്യാമറ ഒരുക്കുന്നുണ്ട്. അതുമാത്രമല്ല വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഫീച്ചറാണ് ഈ ക്യാമറയുടെ ഗുണം. അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ MI ഹോം എന്ന ആപ്ലിക്കേഷൻ എടുക്കണം. അതിനുശേഷം നമ്മുടെ വീഡിയോ ക്യാമറ ഞാൻ ജസ്റ്റ് ഓൾറെഡി പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ ഇതാണ് അതൊരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും അല്ലാതെ പ്ലേ ബാക്കും മോണിറ്ററൈസിങ്ങും നമുക്ക് വിളിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടോക്ക് ബാക്ക് ഫീച്ചറും അതൊക്കെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്യാമറയുടെ മുമ്പിൽ കൂടാണ്. അത് ഞാൻ ജസ്റ്റ് ഫോണിലാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ കണക്റ്റ് ആയിരിക്കണം കേട്ടോ. വൈഫൈ കണക്റ്റ് ആകുമ്പോഴാണ് നമുക്കതിൻ്റെ വൈഫൈയുടെ സ്പീഡൊക്കെ അനുസരിച്ച് നമുക്കത് നല്ലൊരു ക്വാളിറ്റിയിൽ, അത് ഫുൾ HD ക്വാളിറ്റിയിൽ നമുക്കിതിൻ്റെ വീഡിയോ ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ നോക്കാം. ഇപ്പം ഇത് മണ്ടക്കോട്ട് ഞാൻ ഇതിൻ്റെ മൂവ് ചെയ്യുന്നു. നമ്മളതിൻ്റെ ഒരു ടോഗിൾ യൂസ് ചെയ്ത് താഴോട്ടും മണ്ടക്കോട്ടും ഒക്കെ നമുക്ക് ഇതിൻ്റെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് 360 ആംഗിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 ആംഗിളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഒരു റൊട്ടേറ്റിംഗ് കറക്റ്റ് 360 ആംഗിളിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ക ക്വാളിറ്റിയോടെയാണ് കിട്ടുന്നത്. 1080 എന്ന് പറയുന്നത് അതിൽ 1080 ക്വാളിറ്റി നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ലഭിക്കുന്നത് ടോക്ക് ബാക്ക് ഫീച്ചർ എന്ന ഫീച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്ക് ബാക്ക് ഫീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോളിൻ്റെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തും സംസാരിക്കാം. കേൾക്കാമോ?
ജസ്റ്റ് ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അത് ക്യാമറയെ അതും അടുപ്പിച്ച് വെച്ചതാണ് കേൾക്കാൻ സാധിക്കും. ഇത് ബെസ്റ്റ്. അതായത് നമ്മളിപ്പം കോളിൽ കൂടെ ഇതിനകത്തൂടെ സംസാരിക്കുമ്പോൾ ഈ ക്യാമറയുടെ ഈ പുറകിലത്തെ ഈ ബട്ടൺ വഴി, അതായത് പുറകിലത്തെ സൗണ്ടിൻ്റെ ഒരു ഹോൾ വഴി നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അടുത്ത് രണ്ടും വെച്ച് വെക്കുന്നുണ്ട്, വോളിയത്തിന് ഒരു ക്രാക്ക് വരുന്നതാണ്. അത് ജസ്റ്റ് കാര്യമാക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അതായത് ഒരു പക്കാ ഒരു നമുക്കൊരു ടെക്നോളജിയുടെ വളർച്ചയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ MIയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് ഗൾഫിലോ ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും അതിൻ്റെ വിഷ്വൽസ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാവുന്ന ഒരു ഫീച്ചറാണ് MIയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 360 ആംഗിളിൽ നമുക്ക് എല്ലാ വിഷ്വൽസും നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ MIയുടെ ഹോം സ്ക്രീൻ ക്യാമറ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ താഴെ പോയി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല ടെക്നോളജി വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്. Girls with their nails done. Girls with their nails done.